തന്ന കാശ് തികഞ്ഞില്ല പുതിയാപ്പിളെ. ഒരു 3000 രൂപയുടെ ഉടനെ ഉണ്ടാക്കണം. എപ്പോഴും ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചാൽ എന്റെ കാര്യം നിന്നോടല്ലാതെ വേറെ ആരോട് പറയാനാ? എനിക്ക് പ്രായമായ അമ്മക്കളുണ്ടോ? ഏതായാലും പെട്ടെന്ന് പണം ഉണ്ടാക്കുന്ന കാര്യം അല്പം പരിങ്ങില്ല. പണം ഉണ്ടാക്കാനുള്ള വഴി നമ്മൾ പറഞ്ഞുതരാം. ഇത്രയും കാലം നിന്റെ ഉമ്മാടെ സ്വത്തെല്ലാം ബാപ്പയല്ലേ നോക്കി നടന്നത്. അത് നിനക്ക് വിട്ടുതരാൻ പറയണം. പോയി പോയി വാപ്പാനും മോനും പിരിക്കാനുള്ള നോട്ടമാ. നിങ്ങളതൊന്നും ചെവിക്കൊള്ളണ്ട. പിന്നെ വന്ന ചെയ്താൽ ഇബിലീസിന് ഇഞ്ചക്കുത്ത് കുത്തണം. നിക്കടവിടെ. ഇത് 10,000 രൂപയുണ്ട്. ഇത് കൊണ്ടുപോയി കൊടുത്തിട്ട് നിന്റെ മീൻകാരന്റെ മോളായിട്ടുള്ള ബന്ധങ്ങൾ അവസാനിപ്പിച്ചേക്ക്. പണം കൊടുത്ത് അവസാനിപ്പിക്കാവുന്ന ഒരു ബന്ധമല്ല ഞങ്ങളുടേത്. ബന്ധം ഉണ്ടാ? പണക്കാരനായ അദ്രമാനാജിന്റെ മോനായതുകൊണ്ടാണ് എന്നോട് സ്വീകരിച്ചത്. ഗർഭിണിയായ ഒരു പെണ്ണിനെ മൊയ്യല്ലാതെ ഇസ്ലാമിന്റെ നിയമം അനുവദിക്കൂല. അതുകൊണ്ടാണ് എന്നോട് കാര്യം പറയണത്. മൊയ് ചൊല്ലാതെ മറ്റേത് വിധത്തിൽ ബന്ധം അവസാനിപ്പിക്കണമെന്ന ബാപ്പ പറയുന്നത്? നീ അവിടെ പോരുത്, ഓളെ കാണരുത്. ശരി, നിങ്ങളുടെയൊക്കെ ആഗ്രഹമല്ലേ, നടക്കട്ടെ. പ്രായമായ മകന് സ്വന്തമായ ആവശ്യങ്ങൾ പലതുമുണ്ടെന്നും അതിലേക്ക് അവൻ എന്തെങ്കിലും കൊടുക്കണമെന്നും ബാപ്പയ്ക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. ആ വകയിൽ 10 പൈസ പോലും എനിക്ക് കിട്ടിയിട്ടുമില്ല. ഈ പണം കൊണ്ട് കുറച്ചു കാലമെങ്കിലും എനിക്ക് എന്റെ ആവശ്യങ്ങൾ ഭംഗിയായി നിർവഹിക്കാം. പടച്ചവൻ ഇനിയും ബാപ്പയ്ക്ക് ഇതുപോലെ നല്ല ബുദ്ധി തോന്നിപ്പിക്കട്ടെ. എന്ത് പറഞ്ഞടാ ശൈത്താനെ? അപ്പോ നീ എന്നെ ചതിക്കായിരുന്നല്ലേ? എന്താ അടിക്കുന്നില്ലേ? അടിച്ചടിച്ചാണ് നിങ്ങൾ എന്നെ ഈ നിലയിലെത്തിച്ചത്. ഉമ്മ മരിച്ചതിന് ശേഷം നിങ്ങൾ എന്നോട് കാണിച്ചിട്ടുള്ള ക്രൂരതകൾക്ക് കൈയും കണക്കുണ്ട്. മരത്തിൽ കെട്ടിയിട്ടടിച്ചതും പുളിയുറുമ്പും കൂടി മേലിലിട്ടതും ചട്ടുകം പഠിപ്പിച്ച് തുളയിൽ വെച്ച് പൊള്ളിച്ചതും നിങ്ങൾ മറന്നാലും ഞാൻ മറക്കില്ല. അതൊക്കെ നീ നന്നാവാൻ വേണ്ടി. നന്നാകാൻ എന്നിട്ട് എന്തേ നന്നാകാഞ്ഞത്? ആ ക്രൂരതയാണ് എന്നെ ഈ വീട്ടിൽ നിന്നും പുറത്തേക്ക് അടിച്ചത്. അവിടെ എനിക്കിഷ്ടപ്പെട്ട കുറെ കൂട്ടുകാരെ കിട്ടിയപ്പോ അതിൽ കവിഞ്ഞ സ്വർഗം വേറെയില്ലെന്ന് ഞാൻ മനസ്സിലാക്കി. ഇത്രത്തോളം എത്തിയിട്ടും എന്നെ അടിക്കാനുള്ള നിങ്ങളുടെ ആശ ഇനിയും തീർന്നിട്ടില്ല അല്ലേ? എനിക്കെന്റെ സ്വത്ത് വിട്ടുകിട്ടണം. സ്വത്തോ? എന്ത് സ്വത്ത്? മനസ്സിലായില്ലേ? എനിക്ക് അവകാശപ്പെട്ട എന്റെ ഉമ്മയുടെ സ്വത്ത്. ഇതുവരെ നിങ്ങളത് അപഹരിച്ചു വെച്ചിരിക്കുകയായിരുന്നു. ഇനി എനിക്കത് വിട്ടുകിട്ടണം. മുരിങ്ങുഞ്ഞേ, പടച്ചോന് പൊരുത്തപ്പെടാത്തൊന്നും പറയരുത്. നിങ്ങൾ ആരോടാണ് ഈ സംസാരിക്കുന്നതെന്ന് മനസ്സിലാവുന്നുണ്ടോ? നീ അവിടെ മിണ്ടാതിക്കടി. എനിക്ക് സംസാരിക്കാനുള്ളത് ഈ മനുഷ്യരോടാണ്. പറയട്ടെ മോളെ, അവന് തോന്നിയതൊക്കെ അവൻ പറഞ്ഞു തീർക്കട്ടെ. എനിക്കധികം ഒന്നും പറയാനില്ല. എനിക്ക് എന്റെ ഉമ്മയുടെ സ്വത്ത് വിട്ടുകിട്ടണം, അത്ര തന്നെ. അത് തന്നാ പിന്നെ നമ്മൾ തമ്മിലുള്ള ബന്ധം അവസാനിക്കോടാ. അവസാനിപ്പിക്കണമെങ്കിൽ ബാപ്പയും മോനും തമ്മിലുള്ള ബന്ധം എങ്ങനെയാടാ അവസാനിപ്പിക്കണത്? മൊഴി ചൊല്ലി തീർക്കാവുന്ന ബന്ധമല്ലടാ അത്. സ്വത്ത് തരുന്നു അതോ നിർത്താതെ തീർത്ത് പറയടാ. ഞാനത് പിടിച്ചു വാങ്ങണോ എന്ന് ചോദിക്കുകയായിരുന്നു. ബാപ്പയുടെ മനസ്സ് പരീച്ച് നിങ്ങൾ ഈ സ്വത്ത് വാങ്ങിയാൽ നിങ്ങൾക്ക് ഒരു കാലത്തും ഗതി പിടിക്കില്ല. എനിക്ക് ഗതി പിടിക്കണമെങ്കിൽ നീ മരിക്കണം. വേണ്ടടാ മോനെ, ബാപ്പാന്റെ കയ്യിൽ നിന്ന് സ്വത്ത് പിടിച്ചു വാങ്ങിയെന്ന് ചീത്തപ്പേര് കൂടി നീ വരുത്തി വെക്കണ്ട. കുഞ്ഞിപ്പച്ചേ, നിങ്ങൾ പോയി വക്കീൽ അച്ഛത പണിക്കരെ വിളിച്ചോണ്ട് വാ. ഇവന്റെ ഉമ്മാന്റെ സ്വത്ത് കൊടുത്തേക്കാം. കിട്ടേണ്ടത് കിട്ടിയാലേ തോന്നേണ്ടത് തോന്നു. ബാപ്പ സ്വത്ത് മുഴുവൻ വിട്ടുകൊടുത്താൽ 1 മാസം കൊണ്ട് മോനത് പൊടി പൊടിക്കും. അറിയാം മോളെ, പക്ഷേ അവൻ ചോദിച്ചാൽ കൊടുത്തേ പറ്റൂ. ആ സ്വത്ത് വേണ്ടുമെന്ന് അനുഭവിക്കാൻ പറച്ചോനെ വിധിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ തടഞ്ഞാൽ പറ്റൂ. ആ എല്ലാം അവന്റെ നിശ്ചയം പോലെ നടക്കട്ടെ. ബാപ്പ വരണോ? അസ്സലാമലൈക്കും. അലൈക്കും അസ്സലാം. മോളെ, ചായ? ഇപ്പൊ ഒന്നും വേണ്ട. സുഹൃയെ പ്രസവത്തിന് കൂട്ടിക്കൊണ്ടുപോകുന്ന കാര്യം പറയാനാണ് ഞാൻ വന്നത്. നാട്ടു നടപ്പതാണല്ലോ.
ബാപ്പായ്ക്ക് ശരീരത്തിന് നല്ല സുഖമില്ല. ഈ ചുറ്റുപാടിൽ ബാപ്പായെ തനിച്ചാക്കിയിട്ട് ഇവിടെ നിന്നും പോരാൻ പറ്റൂല. എന്റെ സൂക്കേട് നീ കാര്യാക്കണ്ട മോളെ. ഇവിടെ നിന്ന് നോക്കാൻ ആരാ? അവിടെ ആവുമ്പോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഇല്ല, ആരെന്ത് പറഞ്ഞാലും ഞാനിതിന് സമ്മതിക്കില്ല. ആരും എന്നെ നിർബന്ധിക്കുകയും വേണ്ട. അവളുടെ ഇഷ്ടം അതാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ. ആചാരിക്ക, പിന്നെ മൊയ്തീൻ കുഞ്ഞിനെ കുറിച്ച് പല കഥകളും ഞാൻ കേട്ടു. കേട്ടതൊക്കെ എന്താണെന്ന് എനിക്കറിയാം. അതെല്ലാം സത്യമല്ല എന്ന് പറയാൻ എന്നെ കൊണ്ടാവില്ല. നിക്കാഹിന് മുമ്പ് ഞാനിതൊക്കെ അറിഞ്ഞിരുന്നെങ്കിൽ ഞാനത് നടത്തിക്കില്ലായിരുന്നു. മനഃപൂർവ്വം നിങ്ങളെയോ നിങ്ങളുടെ മകളെയോ ഞാൻ ചതിച്ചിട്ടില്ല. ഉണ്ടെങ്കിൽ അള്ളാഹു എന്നോട് ചോദിക്കട്ടെ. അഞ്ഞൂറല്ല 1000 ഉണ്ട്. മാമ പുതുപുത്ത സൈക്കിൾ ഒന്ന് മേടിച്ചു. എന്റെ റബ്ബേ, അമ്പായിക്ക് കുപ്പായം വാങ്ങാൻ. വാളിയ ഇതെന്റെ പൊന്നാരല്ല, ഇനി പടക്കം മേടിക്കാൻ. എല്ലാവർക്കും തൃപ്തിയായില്ലേ? കുറച്ച് നാളെ ഒരു പശുക്കുട്ടിയെ വാങ്ങണം എന്നൊരു മോഹം. ഒരു 100-300 ഉറുപ്പിയോട് കിട്ടിയിരുന്നെങ്കിൽ. പശുക്കുട്ടിയെ മേടിക്കാനുള്ള മോഹവുമായി അമ്മായി മരിക്കാൻ ഇടവരരുത്. പിടിക്ക്. ഇനി നിങ്ങളോട് എല്ലാവരോടുമായി ഞാൻ ഒരു കാര്യം പറയാൻ പോകുന്നു. നാളെ ഞാനും സവീനയും മാറി താമസിക്കാൻ പോവുകയാണ്. അങ്ങനെ നിന്റെ ഉമ്മൂമ്മയുടെ സ്വത്ത് വിറ്റ് കിട്ടിയ പണത്തിൽ നിന്നും കുറച്ച് പണം കൊടുത്ത് നിന്റെ ബാപ്പ ഒരു പറമ്പും പെരയും വിലയ്ക്ക് വാങ്ങി. ഞങ്ങൾ അങ്ങോട്ട് താമസം മാറ്റുകയും ചെയ്തു. ഞാനിപ്പോ വരാം. സുഹറാക്ക് നന്നായി പനിക്കുന്നുണ്ട്. ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതാവും നല്ലതെന്ന വയറ്റാട്ടിയുടെ അഭിപ്രായം. ഇതാ പോത്തിനോട് 4 തവണ ചോദിച്ചല്ലേ? അപ്പോഴൊക്കെ സാരില്ല സാരില്ല എന്ന് പറഞ്ഞു. ഇനിയിപ്പോഴെന്താ ചെയ്യാ? എന്തെങ്കിലും ഒന്ന് ചെയ്യണം. മൊയ്തീൻ കുഞ്ഞിന് ആളയച്ചിട്ട് ആ ബലാൽ തിരിഞ്ഞു നോക്കിയില്ല. വിളിക്കാൻ പോയ മുസ്ലിം കാണുന്നില്ല. ഇനിയിപ്പോ എന്താ ചെയ്യാ? മൊയ്തീൻ കുഞ്ഞ് ഇവിടെ ഇല്ലേ? കുറെ ദിവസങ്ങളായി ഇവിടെയും വന്നിട്ട്. കയ്യിൽ പൈസ ഉണ്ടല്ലോ, കൂട്ടുകാരുമായി നടക്കായിരിക്കും. എങ്ങനെയുണ്ട്? ഓപ്പറേഷൻ കൂടാതെ പറ്റില്ല എന്ന്. മൊയ്തീൻ കുഞ്ഞ് വന്നില്ലേ? എങ്ങനെ ഇരിക്കുന്നു? നിങ്ങൾ ഭയപ്പെടാതിരിക്കണം, ഞങ്ങൾ കഴിയുന്ന ശ്രമിക്കുന്നുണ്ട്. യാ ലത്തീഫ്, യാ അസ്ലാം. പ്രസവിച്ചു പെൺകുഞ്ഞ്. അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നു. ആശുപത്രിയിൽ കിടന്ന് മരിച്ചു ജീവിച്ച എന്നെ കാണാൻ നിന്റെ ബാപ്പ വന്നില്ല. നിന്റെ കൊച്ചു മുഖമെങ്കിലും ഒരു നോക്ക് കാണാൻ അദ്ദേഹം ഓടിയെത്തുമെന്ന് ഞാൻ വിശ്വസിച്ചു. അതും വെറുതെയായി. 1 വർഷത്തേക്ക് നിന്റെ ബാപ്പ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയതേയില്ല. സോറ, നീ മൊയ്തീൻ കുഞ്ഞിന്റെ ഉമ്മാനെ കണ്ടിട്ടുണ്ട? കാണണ്ട, പകരം ഇവളെ കണ്ടാ മതി. അങ്ങനെ തന്നെ ഒപ്പി വെച്ചേക്കണം. ഇവളുടെ മോറ് കാണുമ്പോ ഞാൻ മൊയ്തീൻ കുഞ്ഞിന്റെ ഉമ്മാനെ കുറിച്ച് ഓർത്തു പോകും. എന്തൊരു സീനത്തുള്ള പെണ്ണായിരുന്നോ. ആ സീനത്ത് എന്റെ മോക്കും കിട്ടിയിട്ടുണ്ട്. ഇല്ല മോളെ? ആ എന്നാ ആ എന്നാ ആ സൂറ, ഞാൻ ഇവക്ക് നല്ലൊരു പേര് കണ്ടുവച്ചിട്ടുണ്ട്. ഇവളുടെ ഉമ്മൂമ്മന്റെ പേര് തന്നെ സൈറാന്ന്. എല്ലാം ബാപ്പയുടെ ഇഷ്ടം. മൊയ്തീൻ കുഞ്ഞ് വന്ന് എന്റെ മോളെ ഒന്ന് കാണണം. പിന്നെ അവൻ എന്റെ മോളെ പിരിഞ്ഞ് പോവൂല. ഓ നല്ലോനാ. അതുകൊണ്ടാ ഇത്ര നാളായിട്ടും അവൻ ഈ കുഞ്ഞിനെ കാണാൻ പോലും വരാതിരുന്നത്. സുഖമില്ലാതിരിക്കുന്ന വാപ്പയുടെ അടുത്ത് നിന്നും വിട്ടുമാറാൻ നിൽക്കുന്നതും അതുകൊണ്ട് തന്നെയാ. ആ, ഓൻ എന്റെ അടുത്ത് വരാൻ വിഷമം കാണും. സ്വത്ത് പിടിച്ചു വാങ്ങിയതല്ലേ. ഇപ്പോഴാണെങ്കിൽ അതൊക്കെ നശിക്കുകയും ചെയ്തു. ഓനൊരു മനുഷ്യനാണെങ്കിൽ എന്റെ മുഖത്ത് നോക്കാൻ ധൈര്യം ഉണ്ടാവില്ല. ആ മാമളെ, ഇവിടെ കൊണ്ടുപോയി തൊട്ടിൽ കിടത്ത്.
എന്തു തോന്നി ഇങ്ങോട്ടൊക്കെ കാലൂത്താൻ? ഇതിനെ നീ പ്രസവിച്ചു തന്നെയാണോ? എനിക്കിങ്ങനെ വെളുത്തൊരു കുഞ്ഞിനെ പ്രസവിക്കാനുള്ള യോഗ്യതയില്ലെന്നായിരിക്കും. ആ, പടച്ചവനൊരുത്തരുണ്ടെന്ന് മാത്രമല്ല, അവനൊരു അത്ഭുത പ്രതിഭാസം കൂടിയാണെന്ന് ഇപ്പോഴെനിക്ക് മനസ്സിലായി. ആ, എനിക്ക് കുറച്ച് സ്വർണം കൂടെ വേണം. അത് ചോദിക്കാനാണ് ഞാൻ വന്നത്. വാങ്ങിക്കൊണ്ട് പോകാനായിട്ടല്ലാതെ ഒന്നും തരാനായിട്ട് നിങ്ങൾ ഇതുവരെ ഇങ്ങോട്ട് വന്നിട്ടില്ലല്ലോ. ഞാൻ എന്ത് തരാൻ? ഇവിടെ കാണുന്നതെല്ലാം നിനക്കുള്ളതല്ലേ? എനിക്ക് ആവശ്യം ഇവിടെ ഇല്ലാത്ത മറ്റു പലതുമാണ്. എനിക്ക് അവകാശപ്പെട്ട ആ മറ്റു പലതും നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്കെല്ലാം വീതിച്ചു കൊടുത്തിട്ട് വേണ്ടാത്തതൊക്കെ എന്നോട് എടുത്തോളാൻ. ആ, സംസാരിച്ചിരിക്കാൻ സമയമില്ല. ഞാൻ ചോദിച്ചിരുന്നതാ. ചോദിക്കുമ്പോഴൊക്കെ എടുത്തു തരാൻ ഞാൻ സ്വർണ്ണക്കടയൊന്നും തുടങ്ങിയിട്ടില്ലല്ലോ. നിന്റെ ഓശാരമൊന്നും എനിക്ക് വേണ്ട. എനിക്ക് അവകാശപ്പെട്ടത് ഞാൻ ചോദിക്കുന്നുള്ളൂ. എന്റെ സ്ത്രീധനാട്. സ്ത്രീ വേണ്ട, ധനം മാത്രം മതി. കൊള്ളാമല്ലോ ന്യായം. എന്താണ് കാണിക്കുന്നത്? കണ്ണിൽ ചോരയില്ലാത്ത പുറത്ത് കാണിക്കരുത്. മോളുടെ ആദരം നടിക്കരുത്. അയ്യോ വേണ്ട. സ്വർണം കണ്ണു ചോരയില്ലാത്ത മൃഗം ഒടുപ്പിക്കാമെന്നതാവും. എന്ത് വേണമെന്ന് ഞാൻ നിശ്ചയിച്ചോളാം. നീ നിശ്ചയിക്കും. അന്ന് ഞാൻ നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയാൽ അതിന്റെ ചീത്തപ്പേര് എനിക്കായിരിക്കും. എന്റെ ഉപദേശം കൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ പാപ്പയും വേണ്ടപ്പെട്ടവരെ ഉപേക്ഷിക്കണമെന്ന് ആൾക്കാർ പറയും. നീ ഉപദേശിച്ചാൽ ഞാൻ അനുസരിക്കണമെന്നുണ്ടോ? വേറെ വല്ലതും പറയാനുണ്ട് പറ. ഇതിലും വലിയൊരു കാര്യം എനിക്ക് പറയാനില്ല. വലിയ മുതലാളി മരിച്ചു. എനിക്ക് വേണ്ട. കുറച്ച് കുടിക്കും. വേണ്ടാഞ്ഞിട്ടാ. നിങ്ങൾ എന്തിനാ ഇത്രയൊക്കെ തൽക്കരിക്കുന്നത്? അവൾ ഇവിടുത്തെ കാരണവത്തിയല്ലേ. ബുദ്ധിയുള്ള പെണ്ണുങ്ങളൊക്കെ അങ്ങനെയാ. ഇതിനെന്തിനാ ബുദ്ധി? ആണുങ്ങളെ വലവിച്ച് പിടിക്കാൻ ബുദ്ധി വേണോ? അതിന് വേണ്ടതേ വേറെ ചില കഴിവുകളാ. സവീന, നീ എന്താ ഇവിടെ നിൽക്കുന്നത്? നിങ്ങൾ വരാൻ വേണ്ടി കാത്തു നിന്നതാ. ഞാൻ വീട്ടിലേക്ക് പോകുന്നു. എന്താ കാര്യം? നീ സബീനെ വഴക്കൊല്ലും പറഞ്ഞു. നീ സബീനെ വഴക്കൊല്ലും പറഞ്ഞോന്ന്. ഞാൻ ആരെയൊന്നും പറഞ്ഞില്ല. പിന്നെ എന്തിനാ അവൾ പുറത്തുനിന്ന് കരയുന്നത്? അത് അവളോട് തന്നെ ചോദിക്കണം. അവളോട് ചോദിച്ചിട്ടാണ് ഞാൻ വരുന്നത്. അവൾ എന്റെ ഭാര്യയാണ്. അങ്ങനെ ഒരു ഭാര്യയെ ഇതിനു മുൻപ് ഇവിടെ കണ്ടിട്ടില്ല. നിങ്ങളുടെ ഭാര്യയായിട്ട് ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ. നീ എന്റെ ഭാര്യയായത് എന്റെ ബാപ്പ കാരണമാണ്. ബാപ്പ മരിച്ചു. ഇനിയിപ്പോ നീയുമായുള്ള ബന്ധവും അവസാനിപ്പിക്കണം. മുസ്ലിയാരെ, നിങ്ങളുടെ സാന്നിധ്യത്തിൽ മറ്റുള്ളവരെ സാക്ഷി നിർത്തി സുഹറയെ ഞാൻ മൊഴിയെല്ലാം പോകുന്നു. നിങ്ങൾ എന്താ ഈ പറഞ്ഞത്? സുഹറ മൊഴി ചൊല്ലാൻ പോകുന്നു? ചെയ്യരുത്. ഒരിക്കലും നിങ്ങൾ ആ മഹാപാപം ചെയ്യരുത്. ഇതെന്റെ സ്വന്തം കാര്യമാണ്. നിനക്കിതിൽ തടയേണ്ട കാര്യമില്ല. നിങ്ങളുടെ സ്വന്തം കാര്യം എന്റെയും കൂടെ കാര്യമാണ്. നിങ്ങൾ ഈ കടുങ്കൈ പ്രവർത്തിച്ചാൽ അതിന്റെ ഫലം ഞാനും എന്റെ ഈ കുഞ്ഞ് അനുഭവിക്കേണ്ടി വരും. പടച്ചോനെ ഓർത്ത്, നബിയെ ഓർത്തെങ്കിലും
എന്റെ വാക്കുകൾ നിങ്ങൾ അനുസരിക്കണം. നീയല്ല, പടച്ചോൻ എന്ന് പറഞ്ഞാൽ ശരി. മൊയ്തീൻ കുഞ്ഞിന്റെ തീരുമാനം തന്നെയാണ്. ഈ നിമിഷം മുതൽ അവൾ എന്റെ ഭാര്യയല്ല. നിങ്ങളുടെ മകൾ സുഹറയുടെ മൊഴി 1 ചൊല്ലി 2 ചൊല്ലി മുത്തലാക്ക് 3 ചൊല്ലി പിരിച്ചിരിക്കുന്നു. എന്തിനു റബ്ബേ ഈ മഹാപാപത്തിന് എന്നെ സാക്ഷി നിർത്തി? ഞാൻ നിന്നോട് എന്ത് ക്രൂരത കാണിച്ചു തമ്പുരാനെ? കരഞ്ഞതുകൊണ്ടൊന്നും പടച്ചവന്റെ വിധിയെ തടുക്കാനാവില്ല മോളെ. നീ കുഞ്ഞിനെ കൊണ്ടുപോവാ, നമുക്ക് പോവാ മോളെ. സബീന ഇവിടെ വാ, ഇവിടെ വരാൻ. ഇനിമേൽ ഇതിന്റെ അവകാശം നീയാണ്. പിടിക്കാൻ ആശുപത്രി. ഇതുവരെ സുഹറയ്ക്ക് ഈ വീട്ടിലുണ്ടായിരുന്ന എല്ലാ അധികാരങ്ങളും അവകാശങ്ങളും ഈ നിമിഷം മുതൽ ഈ നിൽക്കുന്ന സബീനയ്ക്കാണ്. ഇവൾ പറയുന്നതാണ് ഇനി നിങ്ങൾ അനുസരിക്കേണ്ടത്. എന്താ മിണ്ടാത്തത്? പറഞ്ഞത് കേട്ടില്ലേ? പൊക്കോ. സബീന അകത്തേക്കല്ലേ. നിൽക്കവിടെ. മൊയ്തീൻ കുഞ്ഞെ, സൂറയെയും കുഞ്ഞിനെയും നീ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു അല്ലേ? അതിനുള്ള അധികാരം നിനക്കില്ല. മേലാൽ ഈ വീടിന്റെയും ഇതിനോടനുബന്ധിച്ച എല്ലാ സ്വത്തുക്കളുടെയും അവകാശം ഇവർക്കാണ്. ഒന്നാം തരം പ്രവചനം. ബാപ്പയുടെ സ്വത്തിന്റെ അവകാശി മൊയ്തല്ലപ്പെട്ട ഭാര്യയും കുഞ്ഞും. തനിക്ക് കിറക്കാണോ കാക്ക? ഉച്ചക്കിറക്ക്. കിറുക്ക് പിടിച്ചിരിക്കുന്ന നിനക്കാണ്. ഈ കാണപ്പെട്ട സ്വത്ത് മുഴുവൻ സുഹറയുടെയും കുഞ്ഞിന്റെയും പേർക്ക് എഴുതി വെച്ചിട്ടാണ് ആചാര്യ മരിച്ചത്. വിൽപ്പത്രം വക്കീൽ അച്യുതപ്പണികളുടെ കയ്യിലുണ്ട്. സംശയം വാങ്ങി വായിച്ചു നോക്ക്. എന്റെ മകളെ മൊയ്ശല്യായിട്ട് ഇവിടെ സുഖിച്ച് വാങ്ങാമെന്ന് കരുതി വാങ്ങിട്ട് നോക്കാൻ. എനിക്ക് തെറ്റുപറ്റിപ്പോയി. ഞാനിത് വാങ്ങാൻ പാടില്ലായിരുന്നു. എന്തിനാ മൊയ്തീൻ കുഞ്ഞെ നീ ഇങ്ങനെ ഒരു അൽക്കുൽ തൊപ്പിച്ചത്? നീ എന്തിന് സൂറയെ മൊഴിയല്ലേ? ഇങ്ങനൊരു ബുദ്ധിമോശം നീ കാണിക്കുന്നു ഞാൻ നേരത്തെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ആ ആധാരം രജിസ്റ്റർ ചെയ്യാൻ ഞാൻ ആചാര്യക്കെ നിർബന്ധിക്കൂലായിരുന്നു. അപ്പോ താനാണ് ഇതിനൊക്കെ കാരണക്കാരനല്ലേ? എന്നെ നശിപ്പിച്ച താൻ മേലാൽ ജീവിച്ചിരിക്കരുത്. മകനെ ആരുണ്ടല്ലോ?